ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ള മെഹന്തി കോൺ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സിപ്ലോ കവറോ സാധാരണ പ്ലാസ്റ്റിക് കവറോ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ഹൈറ്റുള്ള ഒരു ഗ്ലാസ് വേണം. അടുത്തതായി വേണ്ടത് നമുക്കൊരു സോക്സ് വേണം, ഒരു നൈസായിട്ടുള്ള സോക്സ്. ഇത് നമുക്ക് ഹെന്ന പേസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഗ്ലൗസും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കളർ കിട്ടുന്ന ഹെന്നയാണ്, അപ്പോൾ കയ്യിലൊക്കെ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് പൈപ്പിംഗ് ബാഗും സോക്സും വെക്കാം. അടുത്തതായി നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെന്ന പേസ്റ്റ് നമുക്ക് ഈ സോക്സിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗ്ലൗസ് ഇടാം, അല്ലെങ്കിൽ കയ്യിൽ ഫുള്ള് കളറാകും. പിന്നെ പതുക്കെ ഈ സോക്സ് പുറത്തോട്ട് വലിച്ചെടുക്കണം. പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ പുറത്തോട്ട് വലിച്ച് എടുക്കണം, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. അത്യാവശ്യം നല്ല ബലം കൊടുക്കണം ഇത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാലേ ഇത് ഫുള്ളായിട്ട് സ്ട്രെയിൻ ചെയ്ത് പോരുള്ളൂ, ആ പേസ്റ്റ് മുഴുവൻ പോരുള്ളൂ. അത്യാവശ്യം നല്ല ബലം കൊടുക്കണം. അപ്പോൾ ഞാനത് ഫുള്ളെടുത്തു. ഇപ്പോൾ അതിനകത്ത് കാണുന്ന കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതതിൻ്റെ ഇമ്പ്യൂരിറ്റീസും ലംസും ഒക്കെയാണ്. ഇപ്പം ഞാനിവിടെ വാങ്ങിച്ച ഒരു പൈപ്പിംഗ് ബാഗ്, ഇതിൻ്റെ ടിപ്പ് ഓപ്പണാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കോൺസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ പൈപ്പിംഗ് ബാഗിൽ നിന്ന്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയ ചെറിയ കോൺസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കോൺ റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണം. അതിന് സെലോഫെയിൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. നാട്ടിലൊക്കെ സ്റ്റേഷനറി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നീളം കൂടുതലും വീതി അതിനേക്കാളും കുറച്ചും കൂടി കുറവും. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയ കോണാണ് വേണ്ടതെങ്കിൽ ചെറിയ സൈസിലും, വലുതാണെങ്കിൽ കുറച്ചും കൂടി വലിയ റെക്റ്റാങ്കിളും കട്ട് ചെയ്തെടുക്കണം. ഞാൻ സാധാരണ ഒത്തിരി വലിയ കോൺസ് ഉണ്ടാക്കാറില്ല, ചെറിയ കോൺസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. പിന്നെ വേണ്ടത് ഒരു മുട്ടുസൂചിയാണ്. ഇനി നമുക്ക് കോൺ റോൾ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ആ നീളമുള്ള ഭാഗത്തിൻ്റെ അവിടെ, ഒരു കാൽ ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് വിരലൊന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചെറിയ ഒരു കോണാക്കി എടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കോൺ ഷേപ്പിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുട്ടുസൂചി ഇൻസേർട്ട് ചെയ്യാം. മുട്ടുസൂചി ഇൻസേർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മുട്ടുസൂചിയുടെ തിക്നെസ്സിലായിരിക്കും നമ്മുടെ പേസ്റ്റ് പുറത്തോട്ട് വരിക. നല്ല സ്മൂത്തായിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഒരേ തിക്നെസ്സിൽ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടുസൂചി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ടിപ്പ് ഒരു സെല്ലോ ടേപ്പ് കൂടി വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഫില്ല് ചെയ്യാം. ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, ചെറിയൊരു പോർഷൻ ഇടണം. കാരണം നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളതാണ് ആ ഓപ്പണിങ്. ഇനി ആ ഓപ്പണിങ്ങിന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒരു സെല്ലോ ടേപ്പ് കൊണ്ട്. അതിനുശേഷം പതുക്കെ പ്രസ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് സ്ക്വീസ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതിൻ്റെ ടിപ്പൊന്ന് മടക്കി കൊടുക്കാം. ഇതൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ മടക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സെല്ലോ ടേപ്പ് കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്രോസായിട്ട്. ചിലപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞെടുക്കുമ്പോൾ ഈ സെല്ലോ ടേപ്പ് വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് സീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മുടെ കോണ് റെഡിയായി. ഒത്തിരി വലിയ കോണൊന്നുമല്ല, ചെറിയ കോണാണ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ വലുപ്പത്തിലുള്ള കോൺ, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തേത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കോണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പറിലാണ് ട്രൈ ചെയ്യുന്നത്. നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് വരുന്നുണ്ട്. കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ അധികം പ്രഷറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല ഇതിടുമ്പോൾ. അപ്പോൾ നല്ല സ്ട്രിങ്ങായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കോൺ വെച്ചിട്ട് ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് എത്രത്തോളം എനിക്ക് സ്റ്റെയിൻ കിട്ടിയെന്ന് ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.